എല്ലാ കാലവും നിങ്ങൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും തൃപ്തിപ്പെടുത്തിയും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളായി തന്നെ ജീവിക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ഉപേക്ഷിച്ചു പോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ മറുപടി ഇതായിരുന്നു: നമ്മുടെ ഏറ്റവും അടുത്തവർ ആരും നമ്മളെ ഉപേക്ഷിച്ചു പോവില്ല. ഉപേക്ഷിച്ചു പോയവർ ആരും നമ്മുടേതായിരുന്നില്ല. സ്നേഹം അഭിനയിച്ച് കൂടെ കൂടിയവർ മാത്രമാണ്. തനിച്ചാക്കി പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും ജീവനുതുല്യം സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുത്. അത് നിങ്ങളെ തീരാ ദുഃഖത്തിലാക്കും. മനുഷ്യനാണ്. അവരുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും മാറും. 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റു മാത്രം മതി പലർക്കും നമ്മളാരും അല്ലാതാകാൻ. അതിപ്പോൾ നമ്മൾ നമ്മുടെ ജീവനെപ്പോലെ കരുതി സ്നേഹിച്ചവർ ആണെങ്കിൽ പോലും. ഒന്നും ഒന്നിനെയും അവസാനമല്ല. ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാകും. അതാണ് പ്രകൃതിയും ജീവിതവും പഠിപ്പിക്കുന്നത്. പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുക. പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ്. അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് നിൽക്കില്ല. തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവരിൽ കളങ്കമുണ്ടാവില്ല. കളങ്കമില്ലാത്ത മനസ്സുള്ളവർക്കേ മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയൂ. മറ്റൊരാൾ പറഞ്ഞ ഓരോ വാക്കും നമുക്ക് പൊള്ളണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കണം. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനും അതുപോലെ ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. സ്വീകരിക്കപ്പെടുന്ന സ്നേഹം അതിൻ്റെ 100 ഇരട്ടിയായി തിരികെ കൊടുക്കണം. സങ്കടങ്ങൾ ഒരു കടുകുമണിയുടെ വലുപ്പത്തിൽ പോലും ഒരാളിലേക്കും പകർന്നു നൽകരുത്. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് ധർമ്മവും. നല്ല ആത്മനിയന്ത്രണമുള്ള ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ സമയം ചിലവിടാറില്ല. പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലും എളുപ്പം അതിനെ ഒഴിവാക്കുന്നതാണ്. ജീവിതം വളരെ ലളിതമാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിൽ താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അറിയാതെ നമ്മൾ മാറിപ്പോകും. ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പ്രതിഫലിക്കും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. സംയമനം പാലിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയാറില്ല എന്നതാണ് ഒരു വലിയ സത്യം. നെഗറ്റീവ് ആളുകളിൽ നിന്നും എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. സത്യസന്ധനായ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഏതൊരു അത്യാവശ്യ ഘട്ടത്തിലും അവർ നമുക്കൊപ്പം ഉണ്ടാകും. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്ന് മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണം എന്നത് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക.